The nurse is talking to an elderly client with osteomalacia regarding ways to strengthen his bones. Which statement by the client would necessitate further teaching by the nurse? I have started to walk more frequently under the sun. I don't like dairy products, so I have stopped eating them. I have enrolled myself in an exercise program for seniors at the community center. I have been taking vitamin D supplements lately. Okay. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഓസ്റ്റിയോമലേഷ്യ ഉള്ള പേഷ്യൻ്റാണ്, പ്രായമായ പേഷ്യൻ്റാണ് അല്ലേ. അപ്പം ബോൺ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, കാരണം ഓസ്റ്റിയോമലേഷ്യയുടെ ലോജിക്കിൽ ബോൺ വീക്ക് ആകുന്നതാണ്, ബോൺ സോഫ്റ്റ് ആകുന്നതാണ് പ്രശ്നം. അത് സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ഫർദർ ടീച്ചിങ് വേണ്ടത് എന്താണ്? പേഷ്യൻ്റ് 4 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഓസ്റ്റിയോമലേഷ്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ടീച്ചിങ് മനസ്സിലാക്കിയതിന് ശേഷം, പക്ഷേ അതിലൊരെണ്ണം തെറ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, 3 കറക്റ്റാണ്. ഓക്കെ. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻഫെക്ഷൻ ഓഫ് ദി ബോണാണത്. ഓക്കെ, അത് മാറ്റി വെക്കുക. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഇത് ബോൺ സോഫ്റ്റനിങ് ആണ്. ബോൺ സ്ട്രോങ് ആയിരിക്കണമല്ലോ. നമുക്കറിയാം ബോണിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അനാട്ടമി മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, ബോണിൻ്റെ ഡെൻസിറ്റിയുടെ 65%, 65% അതിൻ്റെ ഡെൻസിറ്റിക്ക് കാരണം അത് തന്നെ. അതിൻ്റെ 65% വരുന്നതും കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്, കാൽഷ്യം ഫോസ്ഫറസും ആണ്. ഈ 2 മിനറൽസ് ആണ് ഇതിനെ ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ ബോൺ പിടിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ സ്കിന്ന് പിടിക്കുമ്പോൾ എത്ര സോഫ്റ്റാണ്, ബോൺ എത്ര കട്ടിയാണ്, ആ കട്ടിക്ക് കാരണം അതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രൈമറി റീസൺ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകാനുള്ള പ്രൈമറി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പ്രൊലോങ്ഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകാം. ബോണിൻ്റെ ആ കട്ടി കുറഞ്ഞു പോയിട്ട് സോഫ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. സെയിം അസുഖം കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അതിനെ റിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അഡൽട്ടിൽ വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് എങ്ങനെ വരും ഇത്, അതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ കാൽസ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, തീർച്ചയായിട്ടും. ഓക്കെ, ഡയറക്റ്റ് കാൽഷ്യവും ഇതൊക്കെ കുറയുമ്പോഴത്തേക്ക് ഓസ്റ്റിയോപോറോസിസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ, കാൽഷ്യത്തിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനമാണ് വൈറ്റമിൻ ഡി. പിന്നെ ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ കാരണം വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ആയിക്കോട്ടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് കാൽഷ്യം മാത്രമല്ല, വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ എന്ന്, കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ ജിഐയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് വരണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. തന്നെയുമല്ല ബോണിലോട്ട് കയറി പോകുന്നതിലും ബോണിൻ്റെ എന്തിനു പറയണ്ടേ, മിനറലൈസേഷൻ, അങ്ങനെ പറയാം, മിനറലൈസേഷനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ 2 പേരും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓസ്റ്റിയോപോറോസിസ് കാൽഷ്യത്തിൻ്റെ കുറവും ഫോസ്ഫറസിൻ്റെ കുറവൊക്കെയാണ്, മെയിനായിട്ട് കാൽഷ്യത്തിൻ്റെ കുറവൊക്കെയാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകുമ്പോൾ അതിനെ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും, ബോൺ സോഫ്റ്റനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 3 അപ്രോച്ചാണ് പ്രധാനമായിട്ട് ഈ ഓസ്റ്റിയോമലേഷ്യ ഉള്ള പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. 3 കാര്യങ്ങളാണ്. ഒന്ന്, വൈറ്റമിൻ ഡി കൊടുക്കണം, തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി എത്തിക്കാനുള്ള വഴികൾ നോക്കണം. സപ്ലിമെൻറ്റേഷൻ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യം റിച്ച് ഫുഡ് കൊടുക്കേണ്ടി വരും, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറി പ്രോഡക്ട്സ് ആണ് പ്രധാനമായിട്ട്. പാൽ ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്, അറിയാം നിങ്ങൾക്ക്. പിന്നെ സ്മോൾ ഫിഷസിലൊക്കെ ഉണ്ട്, അതിൻ്റെ ബോൺസിലൊക്കെ ഉണ്ട്. സോ മെയിനായിട്ട് ഡയറി പ്രോഡക്ട്സ് ആണ് കാൽഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് വരുന്നത്. സോ അത് ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, എക്സസൈസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബോൺ മിനറലൈസേഷന് എക്സസൈസിന് വലിയ പ്രാധാന്യമുണ്ട്. സോ എക്സസൈസും വൈറ്റമിൻ ഡിയും പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ഫുഡും, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാലുള്ളത്, വൈറ്റമിൻ ഡി നമുക്ക് മനസ്സിലാകുന്നുണ്ട് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വെയിലത്ത് ഇറങ്ങി നിന്നാൽ മതി, സൺലൈറ്റിൽ അൾട്രാ വയലറ്റ് ബി റേസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ എന്താ പറയുന്നത് പ്രോ വൈറ്റമിൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ പ്രിക്കർസർ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പ്രിക്കർസർ ഉണ്ട്. എന്താ പറയുന്നത് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്നാണ് അതിന് പറയുന്നത്. 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ അത് സ്കിന്നിലുണ്ട്.
ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ അൾട്രാ വയലറ്റ് ബിയുടെ സഹായത്തോടു കൂടി ഇതിനെ വൈറ്റമിൻ D3 എന്നും പറയാറുണ്ട്. ഓക്കെ, സോ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് പറഞ്ഞാൽ വൈറ്റമിൻ D3 ആയിട്ട്, ഓക്കെ, കോളികാൽസിഫെറോൾ എന്ന് പറയും, വൈറ്റമിൻ D3 ആയിട്ട് മാറും. ഒത്തിരി കൺഫ്യൂഷൻസ് വേണ്ട, സിമ്പിളായിട്ട് പറയാം, ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയും. അത് കറക്റ്റാണ്. കാരണം പക്ഷേ ഇതിനകത്തിൽ ഈ പറഞ്ഞ കൊളസ്ട്രോൾ അവിടെയുണ്ട്, 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ, അത് സെക്കൻഡ് ലാസ്റ്റ് ഫോമിലുണ്ട്. അൾട്രാ വയലറ്റ് ബിയുടെ സഹായത്തോടു കൂടി ഇത് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പം വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് ഇങ്ങനെയും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിച്ചുകൂടെ അല്ലേ? എന്നുവെച്ചാൽ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ട് അങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൂടെ? അതും കൂടെ മനസ്സിലോട്ട് ഇട്ടേക്കണം. ഓക്കെ, ഇനി ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു വാക്ക് മോർ ഫ്രീക്വൻ്റ്ലി അണ്ടർ ദി സൺ. കറക്റ്റാണ്, ഫർദർ ടീച്ചിങ് വേണ്ട. ഓക്കെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ അത് തിരുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ? മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് ഡയറി പ്രൊഡക്ട്സ്, സോ ഐ ഹാവ് സ്റ്റോപ്പ്ഡ് ഈറ്റിംഗ് ദം. എനിക്ക് ഈ പാലുൽപ്പന്നങ്ങളൊന്നും ഇഷ്ടമല്ല, താല്പര്യമില്ല, ഞാൻ അതുകൊണ്ടത് കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കാരണം ഇവിടെ പ്രശ്നമാണ്, കാൽഷ്യം ഇമ്പോർട്ടൻ്റ്, ബോണാകെപ്പാടെ പ്രശ്നത്തിലിരിക്കുക. സോ അതുകൊണ്ട് അവിടെ ഫർദർ ടീച്ചിങ് ആവശ്യമാണ്. അവരോടത് പറഞ്ഞു മനസ്സിലാക്കണം, നിങ്ങളത് കാണിക്കുന്നത് തെറ്റാണ്. ഒന്നുകിൽ അത് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കണം. കാരണം ഇതിൻ്റെ പ്രൈം സോഴ്സാണ്, കാൽഷ്യത്തിൻ്റെയൊക്കെ പ്രൈം സോഴ്സാണ് ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മറ്റ് ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാൽഷ്യവും വൈറ്റമിൻ ഡി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോൺ അത്രയ്ക്കും മോശം അവസ്ഥയിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാം നമുക്ക് അവിടെ. ഓക്കെ, അത് കേട്ടങ്ങ് വെറുതെ വിട്ടാൽ പോരാ, അതിന് കറക്ഷൻ വേണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്. അതാണ് പറഞ്ഞു വരുന്നത്. ഐ ഹാവ് എൻറോൾഡ് മൈസെൽഫ് ഇൻ ആൻ എക്സസൈസ് പ്രോഗ്രാം ഫോർ സീനിയേഴ്സ് അറ്റ് ദി കമ്മ്യൂണിറ്റി സെൻറ്റർ. ഞാൻ എന്താ പറയുന്നത്, ഇതുപോലെ ഒരു എക്സസൈസ് പ്രോഗ്രാമിലോട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള അത് നല്ല കാര്യമാണ്, കാരണം എക്സസൈസ് എസെൻഷ്യലാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഐ ഹാവ് ബീൻ ടേക്കിംഗ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ലേറ്റ്ലി. എന്ന് വെച്ചാൽ ഞാൻ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അതും കറക്റ്റായിട്ടുള്ള കാര്യം, കാരണം നമ്മൾ പറഞ്ഞായിരുന്നു വൈറ്റമിൻ ഡി ആവശ്യമാണെന്ന് പറഞ്ഞായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അയാൾ തെറ്റിച്ചിട്ടുള്ള ഒരു വാചകമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്, അതാണ് ഫർദർ ടീച്ചിങ് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് ഡയറി പ്രൊഡക്ട്സ്, സോ ഐ ഹാവ് സ്റ്റോപ്പ്ഡ് ഈറ്റിംഗ് ദം. അത് വേണം, തിരുത്തി കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അതാണ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ Nclex-RNൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത് സിസ്റ്റം വൈസ് ആയിട്ട്. ഓക്കെ, അഡൽട്ട് ഹെൽത്ത്, ഇതുപോലെ ഹെമറ്റോളജി, ഓങ്കോളജി, കാർഡിയോവാസ്കുലർ, എൻഡോക്രൈൻ, ആ രീതിയിൽ സിസ്റ്റം വൈസ് പോകും അഡൽട്ട് ഹെൽത്ത്. അതുകൂടാതെ ബാക്കിയുള്ള സിലബസിലുള്ള സബ്ജക്റ്റുകളും OB-GYN, സൈക്യാട്രിയും, പീഡിയാട്രിക്സും, ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗും, ലീഡർഷിപ്പ് മാനേജ്മെൻറ്റും, നഴ്സിംഗ് ഫൗണ്ടേഷനും എല്ലാം സിസ്റ്റം വൈസായിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. മനസ്സിലായോ? മെയിനായിട്ട് ആർച്ചർ റിവ്യൂവിൽ നിന്നും വേൾഡിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റാഷണൽ ഉൾപ്പെടെ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ആകുന്നതെന്നുള്ള രീതിയിൽ അതിൽ കൂടെ തിയറി റെപ്പറ്റീഷനും വരുന്നുണ്ട്. ഏതൊരു ടോപ്പിക് എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോഴും ആ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യനിൽ വരുന്ന മെയിൻ തീമിൽ വരുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ അവിടെ കവർ ചെയ്ത് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ഫിക്സ്ഡ് ടൈം ഇരുന്ന് എന്താ പറയുന്നത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുകൂടാതെ 60 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ്സും നമ്മുടെ പാക്കേജിൽ കൂട്ടത്തിൽ വരും. ഓക്കെ, തിയറി ക്ലാസ് സൗണ്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്ലാസ് ആണ് സിസ്റ്റം വൈസ് ആയിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തിയറി ക്ലാസ് ഇതിൻ്റെ കൂട്ടത്തിൽ വരും. ഇതുകൂടാതെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരു സെപ്പറേറ്റ് വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. സോ അതിലോട്ട് ആഡ് ചെയ്യും. അതിൽ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ Nclex-RN ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ്. കൂടുതൽ എന്തെങ്കിലും അറിയാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.